ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ സീരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡിൻ്റെ എന്താ പറയുക ഡെൻഡ്രോബിയം വെറൈറ്റിയുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ നമുക്ക് സെയിൽ നടന്നിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ നമ്മൾ പാക്കിങ്ങിനായിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പം നമ്മൾ ഒരുപാട് 2-3 ലൈവ് ഇതിനെപ്പറ്റി പോയിട്ടുണ്ട്, ഇത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്ന ടൈമിലും അല്ലാതെയൊക്കെ ഈ പ്ലാന്റ്സിൻ്റെ ലൈവും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്കിപ്പോൾ പാക്കിങ് നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പം കുറേ പേർക്ക് നമുക്ക് അയക്കാൻ പറ്റി ഇത്രയും ദിവസത്തിനുള്ളിൽ. ഇനി കുറച്ച് പേർക്കും കൂടെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിലും നെക്സ്റ്റ് വീക്കായിട്ട് നമ്മൾ ബാക്കി പെൻഡിങ് ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കണ്ടു ഇത്രയും ഓർഡേഴ്സാണ് നമ്മളിത് രാത്രി 2 മണി വരെ ഇരുന്ന് അയച്ചത്. കാരണം ഇത് ടൈം ഉണ്ടായിരുന്നു, കുറച്ച് ടൈം എടുക്കും. കാരണം ഒരുപാട് കൊറിയറിലൊക്കെ അതായത് 10-15 പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പാക്ക് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ടൈം എടുത്തു. ഇപ്പോൾ 2-3 മണി അടുപ്പിച്ചായി നമ്മുടെ പാക്കിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ. അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ സെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്കിന്ന് വരുന്നത് നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ ബുഷി പ്ലാന്റ് ആണ്. അതായത് നമുക്ക് ബുഷി പ്ലാന്റ്സ് എപ്പോഴും എന്താ പറയുക നല്ല റേറ്റ് ഉണ്ട്. 450 അല്ലെങ്കിൽ 400-ന് അല്ലാതെ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റാർട്ടിങ് പോലും കിട്ടാറില്ല. അപ്പോൾ ഇത്തവണ ഒരു ഓഫറാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് 350-ക്ക് കിട്ടും. 350-ന് പിന്നെ 1-2 വെറൈറ്റി മാത്രം ചെറിയൊരു റേറ്റ് ഡിഫറൻസ് ആണ്. അപ്പം വെറും 350-ക്കാണ് ഈ ഒരു മെച്ചർ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാം ബ്ലൂമിങ് സ്റ്റേജാണ്, ബഡ് വരാറായ പ്ലാന്റ് ആണ്. അപ്പം ചിലതിൽ ബഡ് വന്ന പ്ലാന്റ്സും അവൈലബിൾ ആയിരിക്കും. അപ്പം എല്ലാം ബുഷി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓരോ വെറൈറ്റീസിൻ്റെ സൈസ് ഡിഫറൻസ് ആണ്. പക്ഷെ എന്നാലും കണ്ടോ ഈ വെറൈറ്റിയിൽ അത്യാവശ്യം ബുഷി പ്ലാന്റ് ഒക്കെയാണ്. സാധാരണ നമുക്ക് ഈ ഒരു 380 റേഞ്ചിലൊക്കെ നമുക്ക് ചെറിയ ഷൂട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. പക്ഷേ ഇതൊക്കെ കണ്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ്സ്. അപ്പോൾ ഇതൊക്കെ ബഡ് വരാറായ പ്ലാന്റ്. നിങ്ങൾക്ക് പ്ലാന്റ് അത്യാവശ്യം ഈ ഡെൻഡ്രോബിയത്തിലൊക്കെ പരിചയമുള്ളവർക്ക് മനസ്സിലാവും. അതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ബഡ് വരാറായതാണോ അല്ലേന്ന്. കാരണം ആ സ്റ്റെമ്മിന് കുറച്ചുകൂടെ വലിപ്പം വയ്ക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബ്ലൂമിങ് സ്റ്റേജിലുള്ള മെച്ചർ പ്ലാന്റ്സ് ആണ് ഡെൻഡ്രോബിയത്തിലെ ബുഷി പ്ലാന്റ്സ്. കണ്ടോ നല്ല ബുഷിയായിട്ടിരിക്കുന്ന പ്ലാന്റ്സ്. അപ്പം ഈ ഒരു പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം മാക്സിമം ബുഷി പ്ലാന്റ്സ് തന്നെ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരാൻ ശ്രമിക്കും. പിന്നെ ചില വെറൈറ്റീസിൽ നമുക്കറിയാലോ ചെറിയ ഡിഫറൻസ് ആണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഈ വെറൈറ്റീസിൻ്റെ ഒക്കെ പിക്ക് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതിന് പുറമെ നമ്മൾ കാറ്റലോഗും പ്രിപ്പയർ ചെയ്തതായിരിക്കും കേട്ടോ. പിന്നെ എല്ലാവർക്കുള്ള ഡൗട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ ബ്ലൂമിങ് സ്റ്റേജ് ആണോ അല്ലേന്ന്. അപ്പം നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് ഇതൊക്കെ മുട്ട് വരാറായ പ്ലാന്റ് ആണ്, മുട്ട് വന്ന സ്റ്റേജിലുള്ളതുണ്ട്. അതായത് ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് മുട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ 3 to 6 months ഗ്യാപ്പ് ഒന്നും വേണ്ട, നമുക്ക് ബ്ലൂമിങ് സ്റ്റേജ് ആണ്, എപ്പോൾ വേണോ മുട്ട് വരാം, അങ്ങനത്തെ പ്ലാന്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്, ഇപ്പം നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് ബഡോഡുഡൽ പ്ലാന്റ് മേടിച്ചാലും 2 സ്റ്റെമ്മും അതിലൊരു സ്പൈക്കൊക്കെ കാണത്തുള്ളൂ, അത്ര ഹെൽത്തി അല്ലായിരിക്കും. പക്ഷേ ഈ ഒരു പ്ലാന്റ്സ് വെച്ച് അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത് പോട്ടോട് കൂടിയാണ് നമ്മൾ അയക്കുന്നത്, പോട്ടൊന്നും റിമൂവ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ റൂട്ടൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ റൂട്ടിനൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു പോട്ടിലിരിക്കുമ്പോൾ നമുക്ക് പ്ലാന്റിനെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല ബുഷിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ 350-ക്ക് നിങ്ങൾക്ക് വെറും 350-ക്ക് തരുന്നത്. അതിന് 350-ക്കും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ചില 1-2 വെറൈറ്റീസ് കുറച്ചൊരു 380-ക്ക് അങ്ങനത്തെ ചെറിയൊരു റേറ്റ് ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഈ ഒരു റേറ്റിന് ഒരിടത്തും കിട്ടുള്ളത്. കാരണം നമുക്ക് അല്ലാത്ത ബുഷി പ്ലാന്റ് തന്നെ നമ്മുടെ 400-450-ക്കൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതേ സമയത്താണ് നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കുറവിന് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബഡ് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ബഡ് വന്നത് ഇതിൽ കാണും, പക്ഷെ എന്നാലും കൂടുതൽ എന്താ പറയുക വരാറായ പ്ലാന്റുകളാണ് ഇരിക്കുന്നത്. ബഡ് വന്നത് കുറച്ച് മാത്രമാണ് ഉള്ളത് കണ്ടോ. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർക്കെങ്കിലും വാങ്ങാൻ തരുന്ന നമ്പർ നമ്മുടെ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കാറ്റലോഗ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അപ്പോൾ പിന്നെ മെയിൻ കാര്യം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സൈസൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം വീഡിയോ മുഴുവനായിട്ട് കാണാം. കഴിഞ്ഞ തവണത്തെ നമ്മുടെ വീഡിയോയിലും നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു 300 രൂപയുടെ നമ്മൾ ഏതൊക്കെയാണ് 300-ന് ഏതൊക്കെയാണ് അല്ലാത്ത റേറ്റിനെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ കുറേ പേര് വന്ന് ചോദിക്കും. നമ്മൾ കാറ്റലോഗ് അയക്കുക അപ്പോൾ 300 രൂപയല്ലേ വീണ്ടും ചോദിക്കുക. അപ്പോൾ ഒരുപാട് നേരം പിന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ
ടൈം നിങ്ങൾക്ക് നഷ്ടമാണ്, നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരുപാട് നേരം നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്കും അത് മനസ്സിലാക്കിയെടുത്ത് തരാം. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണാൻ പറയുന്നത്. കാരണം വീഡിയോയിൽ ആദ്യമേ നമ്മൾ തുടക്കത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഫെലനോപ്സിസിൻ്റെ സെയിൽ നമുക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളും പിന്നെ ലൈവ് 2-3 ലൈവ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് പിന്നെ ഓരോ വെറൈറ്റി അനുസരിച്ച് നമുക്ക് സൈസ് ചെറിയ ഡിഫറൻസ് കാണും, കുഞ്ഞു ഡിഫറൻസ് കാണും കേട്ടോ. അപ്പോൾ അതെല്ലാ വെറൈറ്റീസ് ഫെലനോപ്സിസും മാത്രമല്ല, ഓർക്കിഡ്സിൽ മാത്രമല്ല, എല്ലാ വെറൈറ്റീസിലും ചിലത് നമുക്കധികം സൈസ് വയ്ക്കാത്ത ഒരു വെറൈറ്റി ആയിരിക്കും, സ്ലോ ഗ്രോത്ത് ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ ഓർക്കിഡ്സിലാണെങ്കിലും അല്ലാത്ത പ്ലാന്റ്സിലൊക്കെ അങ്ങനത്തെ ഒരു കാര്യം ബാധകമാണ്. പിന്നെ നമുക്ക് പെയർ പ്ലാന്റ്സിൻ്റെ സെയിലും അഗ്ലോണിമയുടെ ഫിലഡൻഡ്രോണിൻ്റെ ഇതെല്ലാം സെയിൽ ഇങ്ങനെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ നമുക്ക് വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ട ആ പ്ലാന്റിൻ്റെ പേര് പറഞ്ഞിട്ട് കാറ്റലോഗ് ഒന്ന് അയക്കാൻ പറഞ്ഞാൽ മതി. കാരണം മിക്കവരും കാറ്റലോഗ് അയക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ ഫെലനോപ്സിസിൻ്റെ ആയിരിക്കും, പിന്നെ എയർ പ്ലാന്റിൻ്റെ ആയിരിക്കും, പിന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ ആയിരിക്കും. പക്ഷേ ഇവർക്ക് ഇതൊന്നും അല്ലായിരിക്കും വേണ്ട, വേറൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിക്ക് ഒന്ന് മെസ്സേജ് ഇട്ടിട്ട് ഈ ഒരു പ്ലാന്റ് കാറ്റലോഗ് അയക്കാമോ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡെൻഡ്രോബിയമാണ് മെയിനായിട്ട്, കാരണം ഇത്രയും ഓഫറിന് 350ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പം പ്ലാന്റ്സിൻ്റെ പിക്കും ഡീറ്റെയിൽസും ഒക്കെ ഫ്ലവറിങ് പിക്കൊക്കെ നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അതാരും മിസ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ കാര്യം നമ്മൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്, അതായത് ബഡ് വരുന്ന സ്റ്റേജിലെ പ്ലാന്റ്സ് ആണ്. നമ്മുടെ മീഡിയം പ്ലാന്റ്സും ബഡ് വരാറായ പ്ലാന്റ് അല്ല, ബഡ് വരുന്ന സ്റ്റേജിലെ പ്ലാന്റ്സ് ആണ്, ബ്ലൂമിങ് സ്റ്റേജാണ്. അപ്പം ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ്, നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അതിലൂടെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ പ്ലാന്റ്സ് അയക്കുന്നതും നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഓൾറെഡി പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസം ഒരിക്കൽ അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഫുള്ളുള്ള ഓർഡർ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൺഡേ അയച്ചു, ട്യൂസ്ഡേ അയച്ചു, പിന്നെ വെനസ്ഡേ ആയപ്പോൾ ഈ 2 ദിവസം നമ്മൾ കണ്ടിന്യൂസ് സ്ട്രെസ് ചെയ്തെടുത്ത് നമ്മൾ അയച്ചുകൊണ്ട് വെനസ്ഡേ ആയപ്പോൾ നമുക്ക് അയക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം ഫിസിക്കലി ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെനസ്ഡേ നമ്മൾ ബ്രേക്ക് എടുത്തു. പിന്നെ തേഴ്സ്ഡേയും നമുക്ക് ഓക്കെ അല്ലായിരുന്നു, കാരണം ഇത്രയും ദിവസം, കാരണം ഈ ഒരു പാക്കിങ്ങിന് ഒരു 3 മണി വരെ, രാത്രി 3 മണി വരെ ഇരുന്നാണ് നമ്മൾ അയക്കുന്നത്. എന്നിട്ട് രാവിലെ വീണ്ടും നമ്മൾ 7 മണിക്കൊക്കെ 7-6 മണിക്കൊക്കെ എണീക്കും, നമുക്ക് ഉറക്കമൊന്നും ശരിയില്ലാതൊക്കെ വന്ന് അങ്ങനെ കുറച്ച് ഇതുള്ളതുകൊണ്ട് നമ്മൾ വെനസ്ഡേ ഒരു ബ്രേക്ക് എടുത്തു. പിന്നെ തേഴ്സ്ഡേ ആയപ്പോൾ നമ്മൾ ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം തലേ ദിവസമാണ് പാക്ക് ചെയ്യുന്നത്. രാത്രി പാക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് കൊടുത്തു വിടുകയാണ് പതിവ്, അല്ലെങ്കിൽ വൈകിട്ട്. അപ്പം നമ്മൾ വെനസ്ഡേ വെനസ്ഡേ അല്ല, പിന്നെ നമ്മൾ തേഴ്സ്ഡേ പാക്ക് ചെയ്തത് ഇന്നലെ പാക്ക് ചെയ്തിട്ട് തേഴ്സ്ഡേ എടുത്ത കൊറിയർ, അതായത് വെനസ്ഡേ രാത്രി പാക്ക് ചെയ്തിട്ട് തേഴ്സ്ഡേ എടുത്ത കൊറിയറിലാണ് കൊടുത്തു വിട്ടത്. അപ്പം അത് ചെയ്തതെന്ന് വെച്ചാലും നമ്മൾ ഇതേപോലെ നമുക്ക് ഫെലനോപ്സിസിൻ്റെ പാക്ക് ചെയ്യാൻ പറ്റുന്ന എയർ പ്ലാന്റ്സ് ആണ് നമ്മൾ പാക്ക് ചെയ്തത്. എയർ പ്ലാന്റ് സെയിൽ നമുക്ക് നടക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ. അതുകൊണ്ട് എയർ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് നമ്മുടെ പാക്കിങ്. നമ്മുടെ ഫെലനോപ്സിസ് ആകുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പോട്ട് റാപ്പ് ചെയ്യണം, പിന്നെ നമുക്ക് ലീഫ് റാപ്പ് ചെയ്യണം, പിന്നെ അല്ലാതെ റാപ്പ് ചെയ്യണം, കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അതേസമയത്ത് എയർ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് അത്രയും സ്ട്രെസ് ഇല്ല. അതുകൊണ്ട് എയർ പ്ലാന്റിൻ്റെ പാക്കിങ്, അപ്പോൾ എയർ പ്ലാന്റിൻ്റെ പാക്കിങ് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒട്ടുമിക്ക പേർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിൽ ആ ഒരു പ്ലാൻസും കൂടെ എന്തായാലും ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്നത് നമുക്ക് മൺഡേസിലായിരിക്കും മാക്സിമം കൊറിയർ വരുന്നത്, കാരണം ഇനി നമുക്ക് വരുന്നത് ഫ്രൈഡേക്ക് ആയിരിക്കും. അപ്പോൾ ഫ്രൈഡേക്ക് നമ്മൾ അയച്ചാൽ പിന്നെ ഹോൾഡ് വരാൻ ചാൻസ് ഉണ്ട്, സൺഡേ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് ഹോൾഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ മൺഡേ ട്യൂസ്ഡേസിലായിരിക്കും നമ്മൾ ഇനി പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത്. മാക്സിമം പ്ലാന്റ്സ് ഫെലനോപ്സിസും എയർ പ്ലാന്റ്സ് ഡെൻഡ്രോബിയംസും അഗ്ലോണിമയും ഫിലഡൻഡ്രോൺ അങ്ങനെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഈ വരും ദിവസങ്ങളിലായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യുക. വാട്സപ്പിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ഓർമ്മിപ്പിക്കുവാണ്. പ്ലാന്റ്സിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാറ്റലോഗൊക്കെ നമ്മൾ ഇട്ട് തരാം. കാറ്റലോഗ് ചോദിച്ചാൽ മതി, നമ്മൾ കാറ്റലോഗും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.